ത്രിമൂർത്തികളായി അറിയപ്പെടുന്ന ദേവന്മാരാണ് പരമശിവൻ, വിഷ്ണു ഭഗവാൻ, ബ്രഹ്മദേവൻ എന്നിവർ. ഇവരിൽ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാവിനെയും, സ്ഥിതി പരിപാലകനായി വിഷ്ണുവിനെയും, സംഹാരമൂർത്തിയായി ശിവനെയും സങ്കല്പിക്കുന്നു. സാക്ഷാൽ പരമശിവൻ ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയും ആയിട്ടാണ് പറയപ്പെടുന്നത്. അഭിഷേകപ്രിയനായ പരമേശ്വരൻ ദേവന്മാരുടെ ദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആദിദേവൻ എന്നൊരു നാമം കൂടി പരമശിവന് ഉള്ളതായി കാണാം. അതിനാൽ തന്നെ ആദ്യ ദൈവമായി പരമശിവനെ കണക്കാക്കുന്നു. മറ്റ് ദേവതകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതിയിലും ആചാരങ്ങളുമാണ് പരമേശ്വരനുള്ളത്. ശ്മശാനവാസിയായ പരമേശ്വരൻ നാഗങ്ങളെ ആഭരണങ്ങളായും പുലിത്തോൽ വസ്ത്രമായും ധരിച്ചിരിക്കുന്നു. ഏതൊരു വസ്തുവിലും പരമേശ്വരൻ വ്യത്യാസം കാണുന്നില്ല. മനോഹരമായ പുൽമേടും ശ്മശാനവും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. ഭൂമിയിലെ കൈലാസത്തിൽ പരമേശ്വരനും തന്റെ പത്നിയായ പാർവതിയും വസിക്കുന്നു എന്നാണ് വിശ്വാസം. പരമേശ്വരന്റെ ജനന രഹസ്യം എല്ലാവരിലും സംശയം ഉളവാക്കുന്ന കാര്യമാണ്. പുരാണങ്ങളിൽ പരമശിവന്റെ ജനനത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കാം. ശിവപുരാണ പ്രകാരം മഹാദേവൻ സ്വയംഭൂ ആണെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ പരമശിവൻ ജനനത്തിനും മരണത്തിനും അതീതനായി നിൽക്കുന്നു. ആദിയും അന്ത്യവും ശിവനില്ല എന്ന് പാർവതിയോട് ഒരിക്കൽ ദേവൻ പറയുന്നുണ്ട്. പരബ്രഹ്മത്തിന്റെ ഏറ്റവും അടുത്ത സ്വരൂപമാണ് പരമശിവൻ എന്നും സൃഷ്ടിയുടെ ഏതു തരത്തിനെയും ഒരുപോലെ കാണുന്ന ദേവനാണ് പരമശിവൻ എന്നു ശിവപുരാണം പറയുന്നു. സൃഷ്ടിയെ സൃഷ്ടിച്ചത് ശിവൻ ആണെന്നും പരമശിവൻ ഇല്ലാതായ സൃഷ്ടിയുടെ അവസാനം സംഭവിക്കുമെന്നും ശിവപുരാണത്തിൽ കാണാം. ലിംഗപുരാണത്തിൽ പരമേശ്വരനെ ഊർജമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഈ ഊർജത്തെ രുദ്ര അഥവാ അഗ്നി എന്നും പറയപ്പെടുന്നു. ഈ ലിംഗത്തിൽ നിന്നാണ് സമസ്ത പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടത് എന്നും കുറച്ചു കൽപ്പങ്ങൾക്ക് ശേഷം പ്രപഞ്ചം മുഴുവൻ ഈ ശിവലിംഗത്തിലേക്ക് ചുരുങ്ങിപ്പോകുമെന്നും ഈ പുരാണം പറയുന്നു. അതായത് പരമേശ്വരൻ ഒരു ഊർജ സ്രോതസ്സാകുന്നു. ഈ ഊർജത്തെ നശിപ്പിക്കുവാനോ കുറയ്ക്കുവാനോ ആർക്കും സാധ്യമല്ല. ഒരിക്കൽ വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും തമ്മിൽ തർക്കമുണ്ടായി. തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ ശക്തിശാലി എന്ന് അറിയുവാനാണ് ആ തർക്കമുണ്ടായത്. ഈ സമയം ഇരുവർക്കും മുന്നിലായി വലിയൊരു ലിംഗം പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട ലിംഗത്തിന്റെ ആദ്യവും അന്ത്യവും കാണാനായി ഇരുവരും പരിശ്രമിക്കുകയും ചെയ്തു. ആ ശിവലിംഗത്തിന്റെ തുടക്കമോ അവസാനമോ ഇരുവർക്കും കണ്ടെത്തുവാൻ കഴിയില്ല. എന്നതുപോലെ പരമശിവന്റെ ജനനത്തെക്കുറിച്ചും ആർക്കും കണ്ടെത്തുവാൻ ആകില്ല എന്നതാണ് ഇതിലെ വസ്തുത. അതിനാൽ അനന്തമായ ഒരു ഊർജ സ്രോതസ്സായി പരമശിവൻ ഇന്നും നമുക്ക് ചുറ്റിലും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. അതിനാൽ ഭഗവാൻ സർവവ്യാപി എന്നല്ല അർത്ഥം, സർവ്വതും അറിയുന്നവനാണ് ഭഗവാൻ. വിഷ്ണു പുരാണ പ്രകാരം അങ്ങനെയാണ് പരമശിവന്റെ ജനനം എന്ന് മനസ്സിലാക്കാം. വിഷ്ണു പുരാണ പ്രകാരം ബ്രഹ്മദേവന് ഒരിക്കൽ ഒരു കുഞ്ഞു ബാലകനെ ലഭിക്കുന്നതിന് വേണ്ടി തപസ് ചെയ്യേണ്ടതായി വന്നു. ബ്രഹ്മദേവൻ തപസ് ചെയ്യുന്ന വേളയിൽ ബ്രഹ്മദേവന്റെ മടിയിൽ ഒരു കുഞ്ഞു ബാലകൻ വരികയും ആ കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. ആശ്ചര്യം കൊണ്ട് ബ്രഹ്മാവ് ആ കുഞ്ഞിനോട് എന്തിനു കരയുന്നു എന്ന് ചോദിച്ചു. തന്റെ പേര് ബ്രഹ്മാവ് എന്ന് അല്ലാത്തത് കൊണ്ടാണ് കരയുന്നത് എന്ന് ആ കുഞ്ഞ് അറിയിച്ചു. ഇതറിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആ കുഞ്ഞിനെ രുദ്രൻ എന്ന് പേരുമിട്ടു. രുദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നതാണ്. ബ്രഹ്മാവിന് രുദ്രൻ എന്ന മകൻ പിറക്കുവാനും വിഷ്ണു പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ആദ്യം സൃഷ്ടിയിൽ എല്ലായിടത്തും ജലം നിറഞ്ഞിരുന്നു. ഈ സമയം വിഷ്ണു ഭഗവാൻ അനന്തനാഗത്തിന് മുകളിൽ എല്ലായിടത്തും വിഹരിച്ചു. ഈ സമയം വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉദ്ഭവിച്ചു. അങ്ങനെയുള്ള സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും സൃഷ്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പരമേശ്വരൻ പ്രത്യക്ഷമായി. എന്നാൽ ഈ സമയം ബ്രഹ്മാവ് പരമേശ്വരനെ തിരിച്ചറിയാതെ അവഗണിക്കുകയാണ് ഉണ്ടായത്. അതിൽ നീരസം തോന്നിയ പരമേശ്വരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഇതേ സമയം വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനെ പരമേശ്വരനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ പരമേശ്വരന്റെ അടുക്കൽ ചെന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പരമേശ്വരൻ ബ്രഹ്മാവിന് ക്ഷമ നൽകിയപ്പോൾ ബ്രഹ്മാവ് പരമേശ്വരനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. പരമേശ്വരൻ തന്റെ മകനായി ജനിപ്പിക്കണമായിരുന്നു.
ആ ആവശ്യം ഇതുപ്രകാരമാണ് പരമേശ്വരൻ രുദ്രൻ എന്ന നാമത്തിൽ ബ്രഹ്മാവിന്റെ പുത്രനായി ജനിക്കുന്നത് എന്നാണ് വിഷ്ണു പുരാണത്തിൽ പരാമർശിക്കുന്നത്. കൂടാതെ ഭാഗവത പ്രകാരം പരമേശ്വരൻ വിഷ്ണു ഭഗവാന്റെ നെറ്റിയിൽ നിന്നും ഉദ്ഭവിച്ചു എന്നും പറയപ്പെടുന്നു. ഇതിനാലാണ് പരമേശ്വരൻ എപ്പോഴും ധ്യാനത്തിൽ ആയിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. വിഷ്ണു പുരാണ പ്രകാരം പരമേശ്വരന്റെ ഏറ്റവും രൗദ്രമായ അവതാരമാണ് രുദ്രാവതാരം എന്നും പറയാം. ഇങ്ങനെയുള്ള രുദ്രാവതാരം ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്ന് ഉദ്ഭവിച്ചു എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ത്രിദേവന്മാരുടെയും ജനനത്തെ പറ്റി ചോദിക്കുകയുണ്ടായി. മറുപടിയായി ബ്രഹ്മദേവൻ നാരദരോട് ഇപ്രകാരം പറഞ്ഞു: ജഗത് ജനനിയായ ദേവിയിൽ നിന്നും പരബ്രഹ്മത്തിൽ നിന്നുമാണ് സൃഷ്ടിയുടെ രചയിതാവായ താനും വിഷ്ണുവും ഭഗവാനും പരമേശ്വരനും ഉണ്ടായതെന്നാണ് നാരദരോട് ബ്രഹ്മാവ് പറഞ്ഞത്. അങ്ങനെ പരബ്രഹ്മത്തിന് സദാശിവൻ എന്ന പേരും ഉണ്ടാകുന്നു. ഭഗവാനായ സദാശിവന് 5 തലകൾ ഉണ്ടായിരുന്നു. ഈ 5 ശിരസ്സുമായി ബന്ധപ്പെട്ടാണ് ഓം എന്ന ശബ്ദത്തിന്റെ ഉറവിടം എന്ന് കരുതപ്പെടുന്നു. ഓം എന്ന് പരമേശ്വരന്റെ മൂലമന്ത്രം ആകുകയും ചെയ്തു. അതിനാൽ തന്നെ ത്രിമൂർത്തികളുടെ ജനനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാരണം ലഭിക്കുന്നതല്ല. ആയതുകൊണ്ട് തന്നെ പരമേശ്വരൻ സ്വയംഭൂവാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ തെറ്റുമില്ല. സൃഷ്ടിയുടെ ഉൽപ്പത്തി വിഷ്ണു ഭഗവാനിൽ നിന്നുമെന്നാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത്. എന്നാൽ ശൈവ പുരാണ പ്രകാരം സൃഷ്ടിയുടെ ഉൽപ്പത്തി ശിവനിൽ നിന്നുമാണ് എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടിയുടെ ഉൽപ്പത്തി ഉണ്ടായതെന്നും ചില ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിക്കുന്നു. എന്നിരുന്നാലും ഒരു അദൃശ്യമായ ശക്തി സ്രോതസ്സായി പരമേശ്വരൻ ഇന്നും നിലകൊള്ളുന്നു. ജഗത് പിതാവായി പരമേശ്വരനെയും ജഗത് ജനനിയായ പാർവതി ദേവിയെയും കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ജഗത് പിതാവായ പരമേശ്വരനെ ഭക്തർ മനസ്സുരുകി വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവനും കൂടിയാകുന്നു പരമേശ്വരൻ. ഉദ്ഭവത്തെ കണ്ടുപിടിക്കുന്നതിനപ്പുറം ആ ദൈവികമായ ചൈതന്യത്തെ കൂടുതൽ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ഹൈന്ദവ ആചാരങ്ങളെ പറ്റിയും ഭക്തി പ്രാധാന്യത്തെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കുവാനും പുതിയ അറിവുകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യത്തിനുമായി ഓം നമഃ ശിവായ എന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ പ്രത്യേക സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.